കിരൺസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് പയറും അഗസ്തിപ്പൂവും മത്തനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുക്കിങ്ങിലേക്ക് കിടക്കാം. അഗസ്തിപ്പൂവും മത്തനും അരിഞ്ഞു വെച്ച് അഗസ്തിപ്പൂവിൽ ചെറിയൊരു സവാള കൂടി ഇടണം. നമുക്ക് ആദ്യം അഗസ്തിപ്പൂ തോരൻ വയ്ക്കാം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ഇന്ന് മീൻ കൊഴിയാളയാണ് കിട്ടിയത്. ഞാൻ മത്തനും തോരത്തിനുള്ള അരപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചു. മത്തനുള്ള അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങ, ഒരു 4-5 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് അരച്ചതാണ്. അതുപോലെ തോരത്തിനാണെങ്കിൽ തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്തതാണ്. തോരത്തിനാണെങ്കിൽ അധികം അരയേണ്ട ആവശ്യമില്ല. ചീനച്ചട്ടി ചൂടായി തുടങ്ങി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ അതിലേക്കിടാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അഗസ്തിപ്പൂ പെട്ടെന്ന് വെന്ത് കിട്ടും. ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. ചെറിയ തീയിൽ വേണം വേവിക്കേണ്ടത്. അതാണ്. അതിലേക്ക് അരപ്പിടാം. ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ കിടന്ന് വേകട്ട്. തോര റെഡിയായി. തീ ഓഫ് ചെയ്യാം. മത്തൻ കഴുകി വെച്ചു. മത്തനിൽ കുറച്ച് വെള്ളം ഒഴിക്കാവൂ. ഇനി തോരൻ എടുത്തിട്ട് അതിൽ മീൻകറി റെഡിയാക്കാം. ഞാൻ മീൻകറിയുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് തേങ്ങ, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, 2-3 കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് ഉലുവ എന്നിവ ചേർത്ത് അരച്ചതാണ്. അതിൽ കുറച്ച് പുളി കൂടെ പിഴിഞ്ഞൊഴിക്കണം. അടുപ്പിൽ മീൻകറി വെച്ച് അതിൽ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഇട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ അടുപ്പിൽ മത്തൻ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി വെള്ളം കൂടി പോയെന്ന് തോന്നുന്നു. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അരപ്പ് കളറായി. ഇനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പിടാം. കുറച്ച് ഉപ്പ് കൂടി ഇടണം. മീൻകറി തിളച്ച് വരുന്നുണ്ട്. ഇനി കടുവറുത്ത് ഇതിലിടണം.
ഇത് രസം, ഇന്നലത്തെ രസം ഉണ്ട്, അതൊന്ന് ചൂടാക്കണം. ഇപ്പം ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണിന് മീൻകറി, മത്തൻ കറി, agastipoov thoran, രസം, ഇതൊക്കെയാണ്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് ഉണ്ടാക്കിയ ഇഞ്ചിക്കറി പാചകമുണ്ട്. നമ്മുടെ മീനിൻ്റെ അരപ്പ് നല്ലതുപോലെ തിളച്ച് അതിലേക്ക് മീനിടുകയാണ്. മീൻകറി റെഡിയായി. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്ത് ഒന്ന് ചുറ്റിക്കണം. അപ്പോൾ എല്ലായിടവും വെളിച്ചെണ്ണ ആവും. പിന്നെ ഇത് ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ കടുക് വറുക്കാനായിട്ടാണ്. അത് ഈ മത്തൻ കറി റെഡിയായിട്ടുണ്ട്, അതിൽ ചേർക്കാനായിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുക് ഇടണം. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് കടുക് വറുക്കാനായിട്ടെടുത്ത ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് നോക്കട്ടില്ലായിരുന്നു. കുറച്ചുകൂടെ ഒന്നുകൂടെ പറ്റട്ടെ. ഇടണം. ഇന്നത്തെ കുറച്ച് രസമുണ്ട്, അതൊന്ന് ചൂടാക്കാം. സാധാരണ ഈ ഒഴിച്ചുകറിയൊക്കെ ഞാൻ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. ഒരു കറിയും രസം, സാമ്പാർ, അങ്ങനെയുള്ളതൊക്കെ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. കറി റെഡിയായി. ഓഫ് ചെയ്യാം. രസം കൂടി തിളച്ച തീ ഓഫ് ചെയ്ത് ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു. ഇന്ന് രാത്രിയത്തേക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കണം. അത് രാത്രി ഉണ്ടാക്കും. ഇത് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ് ആണ്. കുറച്ച് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാധാരണ പാത്രം കഴുകുന്നത്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ച് കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇടയ്ക്ക് ഇപ്പോൾ പാത്രം കഴുകിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ 2 മണിക്കാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത്, അതുവരെ ഇത് കഴിക്കാമല്ലോ. പിന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചോറ്, ഇന്ന് എൻ്റെ കറികളെന്ന് ചോറ്, മീൻ കറി, പിന്നെ ഇത് രസം, ഇത് മത്തൻ കറി, ഇതിൽ തോരൻ ഇരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഇഞ്ചിക്കറിയുടെ 2 ദിവസത്തിന് മുമ്പ് വെച്ച ഇഞ്ചിക്കറി കുറച്ചുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി രാത്രി ചപ്പാത്തിയാണ്. രാത്രി ഇനിയിപ്പം
എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് വരാൻ പറ്റൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.